ഹലോ, ഞാൻ അഷിക, സ്വര കേരള ബിഹേവിയർ തെറാപ്പിസ്റ്റാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് കുട്ടികളുടെ സ്ക്രീൻ ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഒരു ഒബ്ജക്ട്സ് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് കുട്ടികളുടെ സ്ക്രീൻ ടൈം മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കുട്ടികൾക്ക് എത്രത്തോളം സ്ക്രീൻ ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. ബിലോ 2 years ഉള്ള കുട്ടികൾക്ക് കംപ്ലീറ്റ്ലി 0 സ്ക്രീൻ ടൈം, അതായത് നോ സ്ക്രീൻ ടൈം എന്നാണ് അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 2 to 5 years ഉള്ള കുട്ടികൾക്ക് മാക്സിമം 1 hour പെർ ഡേ അത്രയും സ്ക്രീൻ ടൈമേ അലോട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് തന്നെയാണോ നമ്മളുടെ കുട്ടികൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. സ്ക്രീൻ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ടെക്നിക്സ് ഉണ്ട്. അതിൽ ആദ്യത്തേത് നമുക്ക് ടോക്കൺ എക്കോണമി എന്ന് പറയാം. ടോക്കൺ എക്കോണമി ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലോ അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലോ അവൈലബിൾ ആയിട്ടുള്ള ഈ കുറച്ച് കോയിൻസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതായത് കുട്ടികൾ ചെയ്യുന്ന ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ, നല്ല ബിഹേവിയേഴ്സിന് നമുക്ക് അവരോട് പറയാം, നീ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു കോയിൻ തരാം. ഇങ്ങനെ 10 days ഓരോ കോയിൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്ക്രീൻ ടൈം ഒരു 1 hour 2 hour നിങ്ങൾക്ക് അലോട്ട് ചെയ്യാവുന്നതാണ്. അത് എത്രത്തോളം സ്ക്രീൻ ടൈം നൽകണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. സ്ക്രീൻ ടൈം മാനേജ്മെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് 3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നോ സ്ക്രീൻ ഡ്യൂറിങ് മീൽ ടൈം. ഫുഡ് കഴിക്കുന്ന നേരത്തെ കുട്ടികൾക്ക് മാക്സിമം സ്ക്രീൻ ടൈം കൊടുക്കാതിരിക്കുക. കാരണം അവരുടെ ഡൈജഷൻ ഉൾപ്പെടെ പല രീതിയിലുള്ള ബോഡി ചേഞ്ചസിനെയും അത് എഫക്റ്റ് ചെയ്യും. രണ്ടാമത് പറയുന്നത്, ഒരിക്കലും സ്ക്രീൻ ടൈമിനെ നമ്മൾ അവരുടെ ടാൻഡ്രംസിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാതിരിക്കുക. അതായത് കുട്ടി വാശി കാണിച്ചാൽ നമ്മൾ മൊബൈൽ കൊടുത്ത് അവിടെ ഇരുത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ വാശീനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക അഥവാ റെയിൻഫോഴ്സ് ചെയ്യുകയാണ്. പിന്നെയുള്ളത്, മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി ഓവർ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള യൂട്യൂബിലെ ഈവൻ യൂട്യൂബ് കിഡ്സ് പോലും നമ്മൾക്ക് കുട്ടികൾക്ക് അലോഡ് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം അത് ഓവർ സ്റ്റിമുലേറ്റിംഗ് ആണ്, കുട്ടിയുടെ ബ്രെയിൻ ഫങ്ഷനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനെയെല്ലാം നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പലതരം ബുക്സ് യൂസ് ചെയ്ത് കുട്ടിയായിട്ട് മീനിങ് ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുത്താൽ കുട്ടികൾ പിന്നീട് ഈ ബുക്സുമായിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ട്രെയിൻഡ് ആവും. അതുപോലെ നമുക്ക് ഇതേപോലെയുള്ള ഓരോ സെൻസറി ടോയ്സ് കുട്ടികൾക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലാണ് നമുക്ക് അവരുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെയും മറ്റ് സോഷ്യൽ ഡെവലപ്മെൻറ്റിനെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതല്ലാതെ സ്ക്രീൻ ടൈം കൊടുക്കുന്നത് വഴി കുട്ടികളുടെ ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും എല്ലാം നമ്മൾ എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.